പ്രിയപ്പെട്ടവരെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയം നിങ്ങളുമായി സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ ഒരു 50-55 വയസ്സ് കഴിഞ്ഞ ആളുകൾ മുഴുവൻ ശരീരം ചുക്കിച്ചുടഞ്ഞ് തലനരച്ച് പ്രായാധിക്യമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശാരീരിക ആവശ്യതകളൊക്കെ അനുഭവിക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ ഇന്ന് പല ആളുകളും 60-70 വയസ്സൊക്കെയുള്ള ആളുകൾ വളരെ ചുറുചുറുക്കോടുകൂടി നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക മെഡിക്കൽ രംഗത്ത് ഉണ്ടായിട്ടുള്ള, വൈദ്യശാസ്ത്ര രംഗത്തുണ്ടായിട്ടുള്ള വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ ആയുർദൈർഘ്യം കൂടിയിരിക്കുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കുമല്ലോ. പ്രധാനമായി മോഡേൺ മെഡിസിൻസിൻ്റെ വളർച്ച പല അസുഖങ്ങളിൽ നിന്നും നമ്മളെ മോചനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുവരെ കേൾക്കാത്ത പല അസുഖങ്ങളും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ പരിഹാരം കാണാൻ വൈദ്യശാസ്ത്രത്തിന് സാധിക്കുന്നുണ്ടെന്നില്ല. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിപുലമായ ഒരു വളർച്ചയുടെ ഭാഗമായി റോബോട്ടിക് സർജറി ഉൾപ്പെടെ യന്ത്രമനുഷ്യന്മാരാണ് നമ്മുടെ ശരീരത്തെ കീറിമുറിച്ച് രോഗശാന്തി വരുത്തുന്നത് എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഇതിൻ്റെ ഭാഗമായി ഓരോ സ്ഥലത്തും കൂടുതൽ ആശുപത്രികൾ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദനാജനകമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ആശുപത്രികളൊക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉണ്ടായാൽ മാത്രമേ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് അവിടെ ചികിത്സ ലഭിക്കുകയുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. കാരണം ആധുനിക മെഡിക്കൽ രംഗത്തുണ്ടായ വളർച്ചയുടെ ഭാഗമായി ഒരുപാട് ചെലവുകൾ ആശുപത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പണം അടച്ചാൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചികിത്സ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി നാം മനസ്സിലാക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്ക് നേരത്തെ 40 വയസ്സ് യൗവനവും 60 വയസ്സിൽ വാർദ്ധക്യവും അതിന് ശേഷം നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് WHO ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് പാസ്സാക്കിയുള്ളത്. ഇന്ന് യൗവനം എന്ന് പറയുന്നത് 60 വയസ്സും വാർദ്ധക്യം എന്ന് പറയുന്നത് 80 വയസ്സിന് ശേഷമാണ്. ഇത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളിലും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നില്ല. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിൽ അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ അവിടെ താമസിക്കണമെങ്കിൽ, ജോലി ചെയ്യണമെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കിയിരിക്കുക. നമ്മുടെ നാടിൻ്റെ അടുത്ത് പരിശോധിക്കുമ്പോൾ ആധുനിക വിദ്യാഭ്യാസ രീതി വളരെ മുമ്പതിൽ നിൽക്കുന്ന നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്നത്, കാഴ്ചപ്പാട് എന്ന് പറയുന്നത്,